ഇന്ത്യൻ മോഡൽ ഫിഗോ ഫ്രീ സ്റ്റൈല് മോഡലുകളിൽ നിങ്ങൾ ക്രൂസ് കൺട്രോൾ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നറിയാമോ? വാ കാണിച്ചു തരാം. ഇന്ന് ഞാനതാ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എങ്ങനെ ഫോർഡിൻ്റെ ഇൻ്റർനാഷണൽ മോഡലായ ഫ്രീ സ്റ്റൈല്, ഫിഗോ, എക്കോസ്പോർട്ട് എന്നീ മോഡലുകളിൽ ഇത് ഞാനെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷേ ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ കാണിക്കാം. ഇത് എനേബിൾ ചെയ്യാനായിട്ട് ഒത്തിരി വലിയ പാടോ ബുദ്ധിമുട്ടോ ഒന്നുമുള്ള കാര്യമല്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇതെങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെ ഒരു ബെസലുണ്ട്. ഈ ബെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസലല്ല, ഒരു ടോപ്പ് കവിളെന്ന് പറയും. ആ ടോപ്പ് കവിള് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് വേറൊരു കവിള് നമുക്ക് ഇന്റർനാഷണൽ മോഡലിന്റെ ഫിഗോയുടെയോ ഫ്രീ സ്റ്റൈലിന്റെയോ ഇതെല്ലാം യൂണിവേഴ്സൽ ആയിരിക്കും. ആ ഒരു പാർട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ സ്വിച്ച്, കോമ്പിനേഷൻ സ്വിച്ച് ഉൾപ്പെടെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ കോമ്പിനേഷൻ സ്വിച്ച് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അത് റിമൂവ് ചെയ്യുന്നു. നമ്മൾ ഇതെടുത്ത് പ്ലഗ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇതിൽ OBD പോർട്ട് ഉണ്ട്. എല്ലാ വണ്ടികൾക്കും ഉണ്ട് OBD പോർട്ട്. ആ OBD പോർട്ടിൽ OBD കുത്തി ഫോർഡിൻ്റെ തന്നെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഉപയോഗിച്ച് OBD കുത്തി ഇതിൽ ക്രൂസ് കൺട്രോൾ നമ്മൾ എനേബിൾ ചെയ്യണം. ക്രൂസ് കൺട്രോളും ലിമിറ്ററും, സ്പീഡ് ലിമിറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് രണ്ടും എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആക്ച്വലി ഒരു വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ മോഡാണ് ഈ എസ്പെഷ്യലി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മോഡാണ് ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്യുക എന്നുള്ളത്. ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഒരു സിൽവർ പാർട്ട്, ഇത് ഫുള്ള് ചേഞ്ച് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫ്രീ സ്റ്റൈലിനോ ഫിഗോസിനോ ഒന്നും ക്രൂസ് കൺട്രോൾ വരുന്നില്ല. അപ്പോൾ ഇത് UK സ്പെക്ക് വരുന്ന ഇത് ഇൻ്റർനാഷണൽ ഫ്രീ സ്റ്റൈൽ ഫിഗോ മോഡലൊക്കെ ഇൻ്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് UK സ്പെക്കിലുള്ള ഫിഗോയ്ക്കും ഫ്രീ സ്റ്റൈലിനും ഒക്കെ എന്തുണ്ട്, ഈ ക്രൂസ് കൺട്രോൾ എനേബിൾഡ് ഉണ്ട്. പക്ഷേ ഇതിൽ PCMലല്ല ECUവിൽ ഓൾറെഡി എന്തുണ്ട്, PCUവിലും ഇതിൽ ഓൾറെഡി ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ട്. വാട്ട് എവർ ടീക്സ് ഓൾറെഡി ഇതിൻ്റെ പ്രോഗ്രാം, അതായത് ക്രൂസ് കൺട്രോളിൻ്റെ പ്രോഗ്രാം ഓൾറെഡി ഈ വണ്ടിയിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് OBD കുത്തിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത് ഓണാക്കുക ഓഫാക്കുക, അത്ര സംവിധാനം ഉള്ളൂ. അതിനുശേഷം ഈ ഒരു പീസ് ഫുള്ള് നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നു. ഇത് ചേഞ്ച് ചെയ്ത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ എക്കോസ്പോർട്ടാണ്, അതും ഇൻ്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് ആ വണ്ടിയിലും ഇത്തരം ക്രൂസ് കൺട്രോൾ ചെയ്യാവുന്നതാണ്, ഇനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യാനായിട്ട് വരുത്തി കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ഒരു പാർട്ട് ഓർഡർ ചെയ്തു. ഈ ഒരു പാർട്ട് പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അന്നേരം നിങ്ങൾക്കറിയാം, സാധാരണ ഫിഗോ ഫ്രീ സ്റ്റൈൽ മോഡലുകൾക്ക് ഇവിടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ, വോളിയം, ഈ മീഡിയ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്വിച്ചോ ഈ ഒരു പോർഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സ്വിച്ചും പോർഷനും നമുക്ക് കിട്ടിയത് അവിടുന്ന് പുള്ളി തന്നതാണ്. അപ്പം ഇത് എനേബിൾ ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് OBD പാർട്ട് കുത്തുക, കണക്ട് ചെയ്യുക. ഇതെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മളൊരു വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ജസ്റ്റ് ഈ രണ്ട് പ്ലഗ്, അതിൻ്റെ അകത്ത് ആ പ്ലഗ് വരുന്നു, ഇതിൻ്റെ അകത്ത് പ്ലഗ് കുത്തുന്നു, ഇത് അങ്ങോട്ട് കുത്തുന്നു, ഹോൺ പാഡ് കണക്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ ഓപ്പൺ ആക്കണം കേട്ടോ, അത് ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ജസ്റ്റ് അത് ഓണാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്കിതിവിടെ വരും. ഇതിപ്പം ഇതിന് നമുക്ക് ലിമിറ്ററും കൂടെ ഉണ്ട്. അതായത് സ്പീഡ് ലിമിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ക്രൂസ് കൺട്രോളും എനേബിൾ ചെയ്യാം. ആ ഒരു ഇതിലാണ് ഇത് വരുന്നത്. ഇത് ഓൾറെഡി അതിൽ ലിമിറ്ററും ഉണ്ട്, ഒറിജിനൽ ലിമിറ്ററും ഇതും ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇത്
ബ്ലാക്ക് കളറാണ് ഇത് റാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. എനിക്ക് ആ പഴയ സ്റ്റോക്ക് ഇത് തന്നെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നൊരു മോഡാണ് ഇത്, ബ്ലാക്ക് കളറിലേക്ക് റാപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മോഡാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇത് ചേഞ്ച് ചെയ്യാനുള്ളത്. കണ്ടോ, ഈ ഒരു ഫുള്ള് പോർഷൻ നമ്മൾ ആദ്യം ഇതിൻ്റെ എയർ ബാഗ് അഴിക്കും, ഫ്രണ്ട് എയർ ബാഗ് അഴിക്കും. എയർ ബാഗ് അഴിച്ചതിന് ശേഷം ഇവിടെ ഒരു 3 സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ മുകളിലെ ഈ 3 പോർഷനിൽ ഇവിടെ ഒരു 3 സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂ റിമൂവ് ചെയ്യും. ആ 3 സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പൊക്കും. അപ്പോൾ എയർ ബാഗ് അടിക്കുമ്പോൾ ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചഴിയണം കേട്ടോ. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ വേണം അത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ 3 സ്ക്രൂ അടിക്കുമ്പോഴത്തേന് ഈ ഒരു ബ്ലാക്ക് ബസൽ ഇങ്ങ് പൊങ്ങിപ്പോരും. ആ ബസൽ പൊക്കിയെടുത്തതിന് ശേഷം ഈ ബസൽ അങ്ങ് പൊക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ ബസൽ, അതായത് കൊണ്ടുവന്ന ഈ ബസൽ നമ്മൾ ഇതിലേക്ക് അങ്ങ് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം പ്ലഗ് ചെയ്യും. ഇതിൻ്റെ സർക്യൂട്ട് ഉണ്ട്, അത് ഇതിലേക്ക് പ്ലഗ്. ഈ സോക്കറ്റൊക്കെ യൂണിവേഴ്സലാണ് കേട്ടോ. നമ്മൾ കുത്തുന്ന ഈ സോക്കറ്റൊക്കെ യൂണിവേഴ്സലാണ്. അതെല്ലാം ഈ ഫോണിൻ്റെ ഇതിൽ തന്നെ സിങ്ക് ആകുന്ന രീതിയിലുള്ളതാണ്. അത് ജസ്റ്റ് കുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓഫ്, ഓണ്, ക്യാൻസൽ, റിസർവ്, സെറ്റ് പ്ലസ്, സെറ്റ് മൈനസ് എന്നുണ്ട്. ഈ ഓണ് എന്ന് പറയുന്നത് ലിമിറ്ററാണ്. ലിമിറ്റർ ഓൺ ചെയ്യാനുള്ളതാണ്. ഈ ലിമിറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൺ എന്ന് പറഞ്ഞ് വെക്കുമ്പോഴത്തേന് അന്നേരം തന്നെ അവിടെ ലിമിറ്റർ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം ഇനി ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇറക്കത്തിലാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ക്രൂസ് കൺട്രോളിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇറക്കത്തിൽ പോകുമ്പോൾ വണ്ടി സ്പീഡ് തന്നെ കൂട്ടിക്കോളും. നമ്മൾ ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഗിയറിൽ തന്നെ ഇറങ്ങണം കേട്ടോ. വണ്ടി അറ്റ്ലീസ്റ്റ് അതേ ഗിയറിൽ തന്നെ ഇറങ്ങണമെന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഹൈ ഗിയറിൽ തന്നെ ഇറങ്ങാൻ നോക്കുക, പരമാവധി നോക്കുക. കാരണം ഞാൻ ഗിയറിലാണ് ഇറങ്ങുന്നത്. ഇനി നമ്മളത് ചെയ്ത് കണ്ടോ, സെറ്റ് സ്പീഡ് 54 ആക്കിയിട്ടുണ്ട്. 54 നമ്മൾ ചവിട്ടുകയാണ്. ഫുള്ള് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും കയറുകയല്ല. പിന്നെ ഈ ഇറക്കത്തിൽ ആ സ്പീഡ് ലിമിറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ബീപ്പ് അടിക്കും, ബീപ്പ് എന്നടിക്കും. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം. ഇത് കണ്ടോ, കൃത്യം 54 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. 45 എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കിത് പരമാവധി 54 വരെ പോകാം. പക്ഷേ അതിന് മുകളിലേക്ക് പോകത്തില്ല. അതിന് മുകളിലേക്ക് ഏതെങ്കിലും രീതിയിൽ വണ്ടിക്ക് സ്പീഡ് കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇങ്ങനെ ബീപ്പ് എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. അതാണ് ലിമിറ്റർ എന്ന് പറഞ്ഞ സാധനം. അത് നമുക്കിങ്ങനെ ലിമിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഒരു മാനുഫാക്ചർ, ഇപ്പോൾ ഫോർഡുകാർ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പം ഇതിൻ്റെ പവറിനും പെർഫോമൻസിനും അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബ്രേക്കിംഗ് പവറും ഇതിൻ്റെ കാലിബ്രേഷനും ഇതിൻ്റെ സെൻസേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ കൊടുത്തേക്കുന്നത് ഈ ഒരു വണ്ടിയുടെ പവറിനും പെർഫോമൻസിനും അനുസരിച്ചായിരിക്കും. അപ്പം നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ സേഫ്റ്റിയാണ് കുറയുന്നത്. അപ്പം ആ ഒരു കൺസേൺ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ചിലർക്ക് ഇപ്പം എനിക്കും ഇഷ്ടമാണ് വലിയ ബാങ്കറൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോകത്തില്ല. പക്ഷേ അതിലും കൂടുതൽ എനിക്ക് താല്പര്യം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. ഇപ്പം എൻ്റെ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു, ഈ ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്തു. ഇതിൽ ആൻഡ്രോയിഡ് കാർപ്ലേയും വയർലെസ് ആയിട്ട് കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റ് ചെയ്തു. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ താല്പര്യമുള്ള കേസ് കെട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കേസ് കെട്ടുകളൊക്കെ നമുക്കിവിടെ ഈ പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ വലിയ വിഷയമാകും. പല ടൗണിൽ പാർക്കിങ് വലിയ വിഷയമുള്ള സാധനമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ നമുക്കിപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ചെറിയ 1-2 പർച്ചേസ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് പാലായിൽ നിന്ന് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.
人，人。